ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെൻ്റെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ ആണ്. എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി വീഡിയോ ഇടാമോ, കല്യാണത്തിൻ്റെ ക്ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാം എന്നൊക്കെ എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ വീഡിയോ ഉള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുടവ കൊടുക്കൽ സെറിമണിയാണ്. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, കല്യാണത്തിൻ്റെ തലേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നമുക്ക് കല്യാണത്തിന് എടുക്കുന്ന പുടവ തരും. എൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു പുടവ കൊടുക്കൽ സെറിമണി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, കല്യാണത്തിൻ്റെ തലേ ദിവസം ഭയങ്കര തിരക്കാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളൊരു മോചനം എന്നോണമാണ് നമ്മൾ ആ ചടങ്ങ് 2 ദിവസം മുന്നായിട്ട് നടത്തിയത് കേട്ടോ. പിന്നെ വലിയ ചടങ്ങുകളൊന്നുമില്ല. ചെക്കൻ്റെ പെങ്ങൾ നമുക്ക് പുടവ തരുന്നു. പുടവ തന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ, ഫുഡ് കഴിക്കൽ ഒക്കെ ആയിട്ടാണ് പിന്നെ അവർ പിരിഞ്ഞു പോവുക ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ ഈ പരിപാടിക്ക് വരില്ല. അതുകൊണ്ടാണ് ചെക്കൻ്റെ കൂടെയുള്ള ഫോട്ടോസൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഈ ഒരു പുടവ കൊടുക്കൽ ചടങ്ങിൻ്റെ അന്ന് തന്നെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണം എങ്ങനെയായിരിക്കും, കല്യാണത്തിന് എങ്ങനെയായിരിക്കും, ഒരുപാട് പേരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു ഈ പുടവ കൊടുക്കണ ചടങ്ങിൻ്റെ അന്ന് തന്നെ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് കല്യാണത്തിൻ്റെ അന്ന് കാലത്ത് ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അച്ഛനാണ് ദക്ഷിണ കൊടുക്കുക. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത്, എന്താണെന്നറിയില്ല, ദക്ഷിണ കൊടുക്കുന്ന സമയം എനിക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പോണതിൻ്റെ ആണോ, എന്നെ ഇവർ പറഞ്ഞു വിടും, അങ്ങനത്തെ ഒരു എന്തോ, നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കായിട്ടുള്ളൊരു സമയമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചിയും. കല്യാണത്തിന് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയുണ്ടായിരുന്നു. ഞാൻ ഒന്നാലോചിച്ച് ഇവളെന്തിനാ കരയണേ. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരിക്കും. നമ്മൾ വീട്ടുകാരായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണോ അത്രയും വിഷമം നമുക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കും. പക്ഷെ കുറേ പേരത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല കേട്ടാ. എനിക്കങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാനത് എക്സ്പ്രസ് ചെയ്തതല്ല. നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടാണ് ഞാനങ്ങനെ കരഞ്ഞത്. എനിക്ക് ഓരോരുത്തരെ കല്ല് വീഴുമ്പോഴും ഓരോ ഓർമ്മകൾ, അവരെന്നെ സ്നേഹിച്ചതും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതും, നമ്മൾ ആ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മളെ തന്നെ ശീലിപ്പിക്കുക എന്ന് പറയില്ലേ, ട്രെയിൻ ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങെന്ന് പറയുന്നത്. പുതിയൊരു ജീവിതത്തിലേക്കല്ലേ നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്. ഞാനും വിനീതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രഗിൾ ചെയ്ത്, എന്തെന്നാ പറയുക, നമ്മൾ അത്രയും ആഗ്രഹിച്ച് പോരാടി നേടിയ ഒന്നാണ് ഈ ഒരു കല്യാണം എന്ന് പറയണത്. എന്നിട്ട് കൂടി നമുക്ക് അയ്യോ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വിനീതിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു പുതിയൊരു ജീവിതം തുടങ്ങാനാണ്. എന്നിരുന്നാലും എന്തെന്നില്ലാത്തൊരു വിഷമമായിരുന്നു അന്നത്തെ ദിവസം കാലത്ത്. ഇത് എൻ്റെ ചേട്ടനും ഏട്ടത്തിയമ്മയാണ്, അതായത് അഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ചേട്ടൻ കല്യാണം അയച്ചത്. എൻ്റെ കല്യാണത്തിൻ്റെ 1-2 മാസം മുന്നായിരുന്നു അവരുടെ മാരേജ്. പിന്നെ ഇതെൻ്റെ വല്യച്ഛൻ, വല്യമ്മ, അങ്ങനെയൊക്കെ എല്ലാവരുമായിട്ടും അന്ന് നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റി. അതിനുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് അവർ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിനീതിൻ്റെ പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡൊക്കെ വന്ന് നമ്മളെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട്, അമ്പലം അത്ര ദൂരമൊന്നുമല്ല, വളരെ അടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് ചെക്കനെ കാണുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയുക, ഒരു ഡ്രീം മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അത്രയും രസമാണ് കേട്ടോ. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കല്യാണത്തിന് ആദ്യമായിട്ട് വിനീതിനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കറിയില്ല, ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻ്റെ മൂഡ് തന്നെ മാറി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു കല്യാണം, നമ്മൾ ആഗ്രഹിച്ചവരൊക്കെ വരിക, എല്ലാവരും അനുഗ്രഹത്തോടു കൂടിയിട്ട് കല്യാണം നടക്കുക എന്നൊക്കെ പറയണത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ
ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഈ കല്യാണമൊക്കെ നടന്നത്. ഈ ഒരു അമ്പലത്തിന് പറയാനാണെങ്കിൽ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വര എനിക്ക് എൻ്റെ വിനീതന് കിട്ടണേ. അങ്ങനെ പിന്നെ കെട്ടിന് വേണ്ടിയിട്ടുള്ള ഓരോ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് പിന്നെ നടക്കണേ. അമ്മ പറ നിറയ്ക്കല് അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളായിരുന്നു. പിന്നെ ആ സമയമൊക്കെ എന്താ പറയുക, ഓരോ ചടങ്ങുകളും പിന്നെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്പൂതിരിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പരസ്പരം കുറേ എന്താ പറയുക വഴിപാടുകളും കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ അമ്പലത്തിലേക്ക് ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറി തൊട്ടുടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിൽ നമ്മളോട് നമ്പൂതിരി പറഞ്ഞു ഇങ്ങനെ കുറി തൊട്ട് കൊടുക്കാൻ പറഞ്ഞു. കെട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കുറി തൊട്ടുടക്കാൻ പറഞ്ഞപ്പോൾ വിനീത് വേഗം സിന്ദൂരാണ് ഇടാൻ വന്നത്. അപ്പം എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ് ഇടാ. അതൊക്കെയാണ് പിന്നെ അപ്പം ഉണ്ടായത്. ഇനിയെന്ന് പറയുന്നത് എന്താ, നമ്മളെ അത്രയും നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന നിമിഷമാണ്. കെട്ടിൻ്റെ സമയമായി 8:20 മുഹൂർത്തം. അപ്പോൾ കറക്റ്റ് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചടങ്ങ് കഴിക്കുകയാണ്. എന്താ പറയുക, കെട്ടേണ്ട സമയത്ത് എനിക്ക് എന്താ പറയുക ഒരു ഇമോഷനും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ റിയലായിട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ യാഥാർത്ഥ്യ ബോധം ഉണ്ടല്ലോ നമുക്ക്, അതല്ല എനിക്കപ്പം ഉണ്ടായിരുന്നത്. ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. നമ്മളെന്താ പറയുക ആഗ്രഹിച്ച് നേടിയെടുത്ത പറയും ഡോക്ടറേറ്റ് കിട്ടിയ പോലെ ഇത്ര സന്തോഷം എനിക്ക് ഉണ്ടാവില്ല. കാരണം ഇവനെ കിട്ടാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിനും എനിക്കും മാത്രമേ അതൊക്കെ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് എന്താ പറയുക നല്ല നല്ല കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു അതെന്ന് പറയുന്നത്. പിന്നെ കുറേ പേരെൻ്റെ മേക്കപ്പ്, ഓർണമെൻറ്റ്സ്, സാരി അതിനൊക്കെ പറ്റി നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര ഇതുവരെ എവിടെയും കാണാത്തത്ര ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ആണ്, സാരിയാണെന്നൊന്നുമല്ല, ചേച്ചിനാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് കുറേ പേര് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും അത്ര തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളന്ന്. അതായത് എന്നെ ഏറ്റവും ഭംഗിയിൽ, നമുക്കില്ലാത്തൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ എങ്ങനെയാണോ ഉള്ളത് നമ്മളെ ഏറ്റവും നല്ല ഭംഗിയിൽ കാണണം. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം, മുല്ലപ്പൂ എങ്ങനെ വെക്കണം, അതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക ഒരു മാസം മുന്നേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്ത് എല്ലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ വേണം, ഇതൊക്കെ ഇങ്ങനെ തന്നെ വേണം, മുല്ലപ്പൂ ഇങ്ങനെ തന്നെ വെക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ കുറേ പേര് എതിരഭിപ്രായമൊക്കെ പറഞ്ഞുകൂടാ, ഇങ്ങനെ വെച്ചാൽ രസം ഉണ്ടാവില്ല, ബാക്കിൽ നമ്മൾ വർക്കൊക്കെ ചെയ്യണം തന്നെ, അതൊന്നും അത്ര വിസിബിൾ ആവില്ല, കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മേക്കപ്പ്. ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അമാര മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആ ചേച്ചി. അപ്പോൾ ചേച്ചി എനിക്ക് എന്താ പറയുക മുന്നേ തന്നെ മേക്കപ്പ് ഡെമോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ചേച്ചി ചെയ്ത അടിപൊളിയാവും എന്നുള്ളത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പാലും പഴമൊക്കെ കഴിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ അതും അതെ, നല്ല നല്ല കുറേ മൊമെൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ പറയാറുണ്ട്, കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട് എന്താ സിമ്പിളായിട്ടുള്ളൊരു മാരേജ് ആണ് ഏറ്റവും നല്ലത് എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത്രയും സിമ്പിളാക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കല്യാണം നടത്തുക. കടം വാങ്ങി അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കല്യാണം നടത്തുക. അതൊക്കെ നല്ല നല്ല കുറേ മൂമെൻറ്റ്സ് ആണ്. അരിയും പൂവൊക്കെ എറിഞ്ഞ് അമ്മ മരുമോനെ വീട്ടിലേക്ക് കയറ്റണ ആ ഒരു എന്താ പറയുക, അത്രയും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ജന്മം ഉണ്ടെങ്കിൽ ഇവൻ എന്നെ കെട്ടിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു കല്യാണത്തിന്. അത്രയും അവർ എതിർപ്പായിരുന്നു. പക്ഷേ ഇന്ന് അവരത്രയും എന്താ പറയുക അഭിമാനത്തോടു കൂടി പറയും എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന്. കാരണം നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഇന്ന് വരെയും ദൈവം സഹായിച്ച് നമ്മൾ ജീവിക്കണം കേട്ടോ. കല്യാണം കഴിഞ്ഞിപ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞു. നമ്മൾ അത്രയും ഹാപ്പിയാണ്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ, അത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കണ്ടില്ലേ അമ്മ പാലും അതൊക്കെ തരികയാണ്, നമ്മൾ കുടിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. പിന്നെ നമുക്ക് വേഗം ഓഡിറ്റോറിയത്തിൽ കയറണമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വിളിച്ച ഗസ്റ്റൊക്കെ ഓഡിറ്റോറിയത്തിലേക്കാണ് വന്നേക്കണേ. പിന്നെ വീട്ടിലേക്ക് അങ്ങനെ കയറ്റണം എന്നുള്ള ഒരു ചടങ്ങുള്ളത് കൊണ്ട് മാത്രം വേഗം നമ്മൾ വീട്ടിലേക്ക് വന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോകണം.
അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ. ഞാൻ ആ സമയത്ത് എൻ്റെ ഫോൺ എവിടെയാ, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണം അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എന്താ പറയുക, വേറൊരു ലോകത്തായിരുന്നു ഞാൻ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുള്ള എന്താ പറയുക വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം പോണതാണ് ആ പച്ച ഒരു പിസ്ത പച്ച ഇട്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണിയാണ് കേട്ടോ, തുമ്പി മോള്. അപ്പോൾ ഇവർ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പൂക്കൾ മേത്തേക്ക് എറിയാണ് കേട്ടോ. ആ സമയത്താണ് വിനീതിൻ്റെ കണ്ണിലേക്ക് ആരോ പൂവെറിഞ്ഞ് കണ്ണിലത് കുത്തിയിരുന്ന്. ആ സമയം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. വിനീത് പറയണ്ടായിരുന്നു, ഈശ്വര ആരാണ് അവൻ്റെ കണ്ണിലേക്ക് ഈ പൂവെടുത്ത് എറിഞ്ഞത് എന്നൊക്കെ അവൻ പറയണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് കയറി. ആ സമയത്തൊക്കെ അത്യാവശ്യം നമ്മൾ വിളിച്ച ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ആവറേജ്. പിന്നെയാണ് തിരക്കിൻ്റെ തിരക്കായത്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസാണ് കേട്ടോ. നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. എൻ്റെ ഒപ്പം TTCക്ക് പഠിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അവർ നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടല്ല. ആ സമയത്ത് പെട്ടെന്ന് എന്താ പറയുക, എല്ലാം ഭയങ്കര ഓഡിറ്റോറിയത്തേക്ക് എത്തി. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ. ഭയങ്കര മെസ്സിയായി. ഫുഡ് കഴിക്കുന്നിടത്താണെങ്കിലും ഫോട്ടോ എടുക്കുന്നിടത്താണെങ്കിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു ആ സമയത്ത്. കാരണം എനിക്കാണെങ്കിലും അതുപോലെ തന്നെ വിനീതനാണെങ്കിലും അത്യാവശ്യം ഫാമിലി ഉണ്ട്. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി തന്നെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ മാരേജിനൊക്കെ വിളിക്കുമ്പോൾ അറിയാമല്ലോ, കുറേ പേരുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും വിനീതിൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഫോട്ടോസൊന്നും എടുക്കാൻ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങണേക്കാൾ മുന്നേ തിരക്കിട്ടെടുത്ത ഒരു ഫോട്ടോയാണത്. ഇതറിയാലോ, നമ്മൾ ഇറങ്ങണ ഒരു സമയം എല്ലാ പെൺകുട്ടികൾക്കും എന്താണെന്നറിയില്ല, വളരെ ബുദ്ധിമുട്ട് തോന്നുന്നൊരു സമയമാണിത്. നമ്മൾ എന്തോരം വിചാരിച്ചാലും ഇന്ന് രാത്രി നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോവുക, അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ, നമുക്കറിയാം. പക്ഷേ ആ സമയത്ത് നമുക്ക് എന്താണെന്നറിയില്ല, ഈ കാലിൻ്റെ അടിയിലത്തെ മണ്ണൊലിച്ചു പോകുമല്ലോ, ആ ഒരു ഇതാണ്. നമ്മളത്രയും നാൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആ അമ്മയച്ഛനും നമ്മളെ ഇനി നോക്കില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ആ സമയത്ത് നമുക്ക് തോന്നും. അതിൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ കരച്ചിലും. എൻ്റെ അമ്മ എൻ്റെ പോലെ തന്നെയാണ് എപ്പോഴും. എന്ത് ഇമോഷനാണെങ്കിലും പെട്ടെന്നാണ്, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വരും. അതേപോലെ തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ കേട്ടോ. അപ്പോൾ യാത്ര പറയണ ആ ഒരു ചടങ്ങാണ്. അമ്മോട് യാത്ര പറയണേക്കാളും 100 ഇരട്ടി വിഷമമാണ് എനിക്ക് അച്ഛനോട് പറയണത്. കാരണം എൻ്റെ അച്ഛൻ അത്യാവശ്യം സ്ട്രോങ് ആണ്, എൻ്റെ അച്ഛൻ കരയേ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടത്. റിസപ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 8 മണി 8:30 ആയിട്ടുണ്ട്. ആ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് റിസപ്ഷൻ്റെ. പിന്നെ എന്താ പറയുക, റിസപ്ഷൻ്റെ മേക്കപ്പ് അതായിട്ടാ കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ രാത്രി കുറേ വൈകി, എന്നിട്ട് നമ്മുടെ മേക്കപ്പൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കാൻ പോണത് അതിനടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി എല്ലാവരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഒരു 2-3 മാസം മുന്നാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ അവർക്ക് നല്ലൊരു ഫസ്റ്റ് നൈറ്റ് മെമ്മറീസ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് എന്നോണമാണ് അവരെന്നെ കൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ ഇടിയിപ്പിച്ച്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഒന്നാമത്തെ കാര്യം കിടന്നാ മതിയതായിരുന്നു. നിന്ന് തലവേദനയും കാലുവേദനയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾക്ക് അത്രയും മനസ്സുകൊണ്ട് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ഫോട്ടോസാണ്. ഇതെൻ്റെ വിനീതിൻ്റെ ഫാമിലി, വിനീതിൻ്റെ ചേട്ടൻ, അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛനും കൂടിയുള്ള ഫോട്ടോ. ഇത് വിനീതിൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും അങ്ങനെ. പിന്നെ ഇതെൻ്റെ കുറച്ച് സിംഗിൾ പിക്സാണ്. അതും ഞാൻ അതിൽ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇതെൻ്റെ അനിയനാണ് കുക്കു. എല്ലാവർക്കും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണവർക്കൊക്കെ കുക്കുവിനെ ഏകദേശം അറിയാം. എൻ്റെ അനിയനാണ്.
പിന്നെ ഇത് പുടവ് കൊടുക്കേണ്ട കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അന്ന് അങ്ങനെ ക്യാമറാമാനെ നമ്മളൊന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. വിനീതിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഏൽപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാമറ പിക്സ് ഒന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. വിനീതിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഉള്ള ഫോട്ടോസൊന്നും അധികം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊന്നും പിന്നെ ആഡ് ചെയ്യാത്തത്. ഇതൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടിടുന്ന എൻ്റെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.